മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നീസ് ലിസ്റ്റർ ടൈം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ ഹൽവയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു വലിയ ബൗളിലേക്ക് അരച്ചെടുത്ത കുമ്പളങ്ങ മാറ്റി വയ്ക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് അരിപ്പൊടി, കുറച്ച് പാല് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഈ തവയായത് കാരണം അടി പിടിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും കൈയെടുക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുവിധം ടൈറ്റ് ആകുമ്പോഴത്തേക്ക് പാല്, കുറച്ച് നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഞാൻ പാൽ ഒരുമിച്ചല്ല ഒഴിച്ചിരിക്കുന്നത്. കുമ്പളങ്ങ ടൈറ്റാകുന്നതനുസരിച്ച് പാലും നെയ്യും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈറ്റായി, ഇനിയും കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അങ്ങനെ ടൈറ്റായി വരുംതോറും ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ കുമ്പളങ്ങ കടയിൽ നിന്ന് വാങ്ങിയ കുമ്പളങ്ങയല്ല, എൻ്റെ വീട്ടിലെ കുമ്പളങ്ങ തന്നെയാണ്. എനിക്ക് തോന്നി, ഞാൻ 1-2 പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നി പാലും റവയും കുമ്പളങ്ങ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആദ്യം തന്നെ കൊടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്ത് ടൈറ്റാക്കി എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഞാൻ ബീറ്റ്റൂട്ട് ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ജ്യൂസാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ല പരുവത്തിനാക്കി എടുക്കാം. നന്നായിട്ട് ടൈറ്റ് ആകണം ഇത്, എന്നാലേ അതിന് ടേസ്റ്റ് വരികയുള്ളൂ. കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പം കാഷ്യൂനട്ട് പൊടിച്ചതും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ചുകൂടെ ടൈറ്റ് ആവണം ഇനി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. മിക്സ് ചെയ്തെല്ലാം കൂടെ നല്ല പരുവപ്പെടുത്തി എടുത്താലേ ശരി രുചി കാണുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പം നല്ല ഹൽവ പരുവമായിരിക്കുകയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു സ്ക്വയർ ടൈപ്പ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നെയ്യ് തൂത്തിട്ട് അതിലേക്ക് പകർത്തിയെടുക്കാം നമുക്ക്. എന്നിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. തണുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ഗുണവുമാണ്.
നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.